എന്താണ് ന്യൂട്രീഷൻ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ദിവസേന ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണം ശരീരത്തിൽ എന്താണോ ചെയ്യുന്നത് അതാണ് ന്യൂട്രീഷൻ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ സ്വീകരിച്ച് ശരീരത്തിന്റെ വളർച്ചയ്ക്കും ഊർജത്തിനും ശരീരത്തിന്റെ മറ്റു പ്രവർത്തനങ്ങൾക്കും ഉപയോഗപ്പെടുത്തുന്ന പ്രക്രിയയാണ് ന്യൂട്രീഷൻ. ശരീരത്തിന് എന്തെല്ലാം പോഷകങ്ങൾ വേണം, അവ എത്ര അളവിൽ വേണം, അവ എവിടെ നിന്ന് ലഭിക്കുന്നു, അവ എങ്ങനെയാണ് ശരീരം ഉപയോഗപ്പെടുത്തുന്നത് എന്നെല്ലാമാണ് ന്യൂട്രീഷൻ സയൻസ് പഠിപ്പിക്കുന്നത്. ന്യൂട്രിയൻസിനെ പ്രധാനമായും രണ്ടായി തിരിക്കാം. ഒന്ന് മാക്രോ ന്യൂട്രിയൻസ്, രണ്ട് മൈക്രോ ന്യൂട്രിയൻസ്. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ശരീരത്തിൽ കൂടുതലായ അളവിൽ ആവശ്യമുള്ളവ. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീന്, ഫാറ്റ്, വാട്ടർ ഇവയെല്ലാം മാക്രോ ന്യൂട്രിയൻസിൽ വരും. കാർബോഹൈഡ്രേറ്റ്സ് ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം നൽകുന്നു. പ്രോട്ടീന് എല്ലുകൾക്കും പേശികൾക്കും ബലം നൽകുന്നു. ശരീരകോശങ്ങളുടെ നിർമ്മാണത്തിനും റിപ്പയറിനും സഹായിക്കുന്നു. ഫാറ്റ് ശരീരത്തിൽ ഊർജ്ജം കൂടുതൽ നേരം നിലനിർത്താനും വൈറ്റമിൻസിനെ ആഗിരണം ചെയ്യാനും സഹായിക്കുന്നു. വാട്ടർ പിന്നെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമാണ്. രണ്ടാമത്തത് മൈക്രോ ന്യൂട്രിയൻസ്. മൈക്രോ ന്യൂട്രിയൻസ് ശരീരത്തിൽ ചെറിയ അളവിൽ മതിയെങ്കിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻസ്, മിനറൽസ് ഇവയെല്ലാം മൈക്രോ ന്യൂട്രിയൻസിൽ വരും. ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി മെച്ചപ്പെടുത്തുന്നതിന്, നാഡികളുടെ പ്രവർത്തനത്തിന്, ബ്ലഡ് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇതിനെല്ലാം മൈക്രോ ന്യൂട്രിയൻസ് അത്യാവശ്യമാണ്. ഇതുകൂടാതെ ഫൈബർ ശരീരത്തിലെ ദഹന പ്രക്രിയയെ മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ഫിറ്റോ കെമിക്കൽസ് രോഗങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരോഗ്യകരമായ ജീവിതത്തിന്റെ അടിസ്ഥാനം ബാലൻസ്ഡ് ന്യൂട്രീഷൻ ആണ്. ഇതുപോലുള്ള ന്യൂട്രീഷൻ അറിവുകൾക്കായി ഫോളോ ചെയ്യാൻ മറക്കരുതേ.